Hey everyone. So, നമ്മൾ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് IDE ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നിന്ന് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിന് മുമ്പ് IDE ഇൻസ്റ്റാൾ ചെയ്യണം. IDE എന്താന്ന് ചോദിച്ചാൽ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയൺമെന്റ്. അതായത് ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൽ ഒരു കോഡ് ചെയ്തിട്ട് ഒരു കോഡ് നമ്മൾ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടോ അത് കംപ്ലീറ്റ് ആയി നമുക്ക് ഔട്ട്പുട്ട് വരുന്ന വരയ്ക്കുള്ള എല്ലാ പ്രോസസ്സും നമുക്ക് ഈ IDEയിൽ ചെയ്യാം. അതായത് നമുക്കറിയാം കോഡ് എഡിറ്റർ വേണം, നമുക്ക് കോഡ് എഴുതാൻ എഡിറ്റർ വേണം, പിന്നെ അത് കമ്പൈൽ ചെയ്യാൻ കമ്പൈലർ വേണം, ഡീബഗർ വേണം. സോ നമ്മൾ IDE ഇല്ലെങ്കിൽ ഇതൊക്കെ തനിയാ കോഡ് എഡിറ്റർ തനിയാ ഡൗൺലോഡ് ചെയ്യണം, പിന്നെ കമ്പൈലർ തനിയെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതൊക്കെ തനിയെ ചെയ്യുന്നതിന് പകരം നമ്മൾ IDE പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രോസസ് ഒക്കെ അതിൽ ഒന്നിച്ച് ചെയ്യാൻ പറ്റും. വേറെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഈ IDEയുടെ എന്ന് നോക്കിയാൽ നമുക്ക് ഓട്ടോ കംപ്ലീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് എല്ലാ IDEയിലും ഉണ്ടാവില്ല, പക്ഷെ മോസ്റ്റ് നല്ല IDEസിലൊക്കെ ഉണ്ടാകും. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ നോക്കിയാൽ ഓട്ടോ കംപ്ലീറ്റ് ഉണ്ട്, സിന്റാക്സ് ഹൈലൈറ്റിംഗ് പിന്നെ എല്ലാത്തിലും ഉണ്ടാകും. കോഡ് കറക്റ്റിംഗ് സജഷൻസ് ഒക്കെ മോസ്റ്റ് എല്ലാ നല്ല IDEസിലും ഉണ്ടാകും. പിന്നെ ഇതിൽ എക്ലിപ്സിലുണ്ട് കോഡ് കറക്റ്റിംഗ് സജഷൻസ്, ഓട്ടോ കംപ്ലീറ്റ് ഇതൊക്കെ. ഇപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ബേസിക് ഒരു സോഫ്റ്റ്വെയർ ആണ്, dev++ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാം. ഇത് വന്നിട്ട് ഒരു ബിഗിനറിന് നമുക്ക് എന്തൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാനുള്ളത് അത് ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് മതിയാവും. എക്ലിപ്സ് ഒക്കെ പോയാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. സോ ഇത് ഈസിയാണ്. ആസ് എ ബിഗിനർ യു ക്യാൻ ഗോ ഫോർ ദിസ്. സോ ഇതിൽ കോഡ് എഡിറ്റർ നോക്കിയാൽ കോഡ് എഡിറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കോഡ് എഡിറ്റിംഗ് പോസിബിൾ ആണ്. പിന്നെ നമുക്കിതിനെ സേവ് ചെയ്യാം. ഫസ്റ്റ് കോഡ് അത് സേവ് ചെയ്ത പിന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സിന്റാക്സ് ഹൈലൈറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ #include പറഞ്ഞപ്പോൾ ആ ഹെഡർ ഫയലിനെ തനിയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈലൈറ്റിംഗ് ഉണ്ട്. സോ ഇതാണ് ലൈക്ക് നമുക്ക് റീഡബിലിറ്റി ഉണ്ടാവും, കോഡ് റീഡബിലിറ്റി ഈസി ആയിരിക്കും. ഇപ്പൊ നമുക്ക് കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു വാർണിംഗും എററും ഇല്ല. സോ കമ്പൈലേഷൻ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനാണ്. സിന്റാക്സ് എറേഴ്സ് ഒക്കെ എറർ 0 എന്ന് കാണിക്കുന്നുണ്ട്, വാർണിംഗ് 0 എന്ന് കാണിക്കുന്നുണ്ട്. സോ നോ എറേഴ്സ് ആൻഡ് നോ വാർണിംഗ്സ്. ഇനി നമുക്ക് റൺ ചെയ്യണം. റൺ ചെയ്തപ്പോൾ നമുക്ക് ഇത് ഔട്ട്പുട്ട് കിട്ടി. ഞാൻ എ പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തത് 10 ആയിരുന്നു, അത് പ്രിന്റ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോ സോ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. സോ ഇനി നമുക്ക് വേറെ എന്തൊക്കെ IDE ഉണ്ടെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എഡിറ്ററിനും നോർമൽ ടെക്സ്റ്റ് എഡിറ്ററിനും പിന്നെ IDEക്കുമുള്ള ഡിഫറൻസ് ഇതാണ്. അതായത് നമുക്ക് റീഡബിലിറ്റി, കോഡ് റീഡബിലിറ്റി വന്നിട്ട് IDEയിൽ വന്നിട്ട് നമുക്ക് ഈസി ആയിരിക്കും. ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് എഡിറ്ററിൽ പറഞ്ഞ പോലെ ഇതാ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എല്ലാമേ ഉണ്ടാവുക. കോഡ് ഇൻറ്റൻറ്റേഷൻ കൂടെ നമ്മളെ ടാക്സ് സ്പേസ് നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. സോ IDEയിലാണെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക് ആണ്. സോ ഈ കോഡ് റീഡബിലിറ്റി നന്നായിരിക്കും IDEയിൽ ചെയ്താൽ. ഇപ്പോൾ ഇതൊക്കെ ടോപ്പ് 5 ടൈപ്സ് ഓഫ് IDEs ആണ്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ബെസ്റ്റ്, പിന്നെ എക്ലിപ്സ് ഉണ്ട്, നെറ്റ്ബീൻസ് ഉണ്ട്. ഈ മൂന്നിലും വന്നിട്ട് നമുക്ക് C++ അല്ലാതെ ജാവ, HTML അങ്ങനെ കുറെ ലാംഗ്വേജസ് നമുക്ക് ഇതിൽ കോഡ് ചെയ്യാം. കോഡ് ബ്ലോക്സിലും dev++ലും വന്നിട്ട് C++ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേപോലെ ഈ ഫസ്റ്റ് 4 സോഫ്റ്റ്വെയർ വന്നിട്ട് നമുക്ക് വിൻഡോസ്, ലിനക്സ്, മാക്കിൽ നമുക്ക് യൂസ് ചെയ്യാം. dev++ വിൻഡോസിന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ ഏതാണോ OS അതിന് തങ്ങന്നാൽ നിങ്ങളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ dev++ ആണ് എടുത്തിരിക്കുന്നത്, കാരണം ആസ് എ ബിഗിനർ നമുക്ക് ഈസി ആയിരിക്കും കോഡിങ് ചെയ്യുന്നത്. ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല. എക്ലിപ്സ് എന്നൊക്കെ എടുത്താൽ കുറെ ടാബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കൺഫ്യൂസ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് വിത്ത് dev++ ഓർ കോഡ് ബ്ലോക്സ്. പിന്നെ ഒരു കുറച്ച് 1 month കഴിയുമ്പോൾ നമുക്ക് മറ്റേതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ്. സോ അതാണ്. സോ നമുക്ക് ഇനി ഞാനിപ്പോൾ dev++ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. സോ ഇതിനുള്ള ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഗൂഗിളിൽ dev++ വിൻഡോസ് പറഞ്ഞ ടൈപ്പ് സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ സോഴ്സ് ഫോർജ് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൽ ഡൗൺലോഡ് കൊടുത്താൽ ഡൗൺലോഡ് ആവും.
യെസ്, ഇപ്പോൾ ഡൗൺലോഡ് ആയി. അത് ഓപ്പൺ ചെയ്യാം നമുക്ക്. ഡൗൺലോഡ് ആയ എക്സിക്യൂട്ടബിൾ ഫയൽ. ഇപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക, ഇംഗ്ലീഷ്, അഗ്രി കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട ഡെസ്റ്റിനേഷൻ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റാൾ കൊടുക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുത്തിട്ട് ഓക്കെ ഫിനിഷ് കൊടുത്താൽ അത് ഇൻസ്റ്റാൾ ആയിക്കോളും. സോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ പോയാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന വിൻഡോ ഇതായിരിക്കും. ഇതാണ് DevC++ന്റെ ഫസ്റ്റ് വിൻഡോ. സോ ഇതിൽ പോയിട്ട് ഫയൽ ന്യൂ സോഴ്സ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ IDE വന്നിട്ട് നമുക്ക് കമ്പൈലേഷനിൽ നല്ല യൂസ്ഫുൾ ആണ്. കാരണം കമ്പൈലേഷനൊക്കെ നമ്മൾ തനിയെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു കമ്പൈലർ വേണം, ടെർമിനൽ വേണം. തനിയെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ഇത് ഈസിയാണ്. സോ കമ്പൈലേഷൻ എന്താന്ന് വെച്ചാൽ സിൻടാക്സ് എററിനെ ചെക്ക് ചെയ്യാം. പിന്നെ അതായത് സോഴ്സ് കോഡ് നമ്മൾ, അതായത് ഹ്യൂമൻ റീഡബിൾ സോഴ്സ് കോഡ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോഡ് വന്നിട്ട് ഹ്യൂമൻ റീഡബിൾ സോഴ്സ് കോഡാണ്. ഈ സോഴ്സ് കോഡ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. സോ അതിനെ മെഷീൻ റീഡബിൾ കോഡായിട്ട്, കമ്പ്യൂട്ടർ എക്സിക്യൂട്ടബിൾ കോഡായിട്ട് നമ്മൾ മാറ്റണം. അതായത് ഹൈ ലെവൽ ലാംഗ്വേജ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ്, അതിന് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ മാറ്റണം. സോ ആ പ്രോസസ് ഒക്കെ കമ്പൈലർ ചെയ്യും. പിന്നെ നമ്മൾ റൺ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് എക്സിക്യൂഷൻ നടക്കും. സോ ഇതൊക്കെ ഒന്നിച്ച് നടക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഇൻ IDE ദാൻ ഗോയിങ് ഫോർ തനിയുള്ള കമ്പൈലേഴ്സും ടെർമിനലും പോണതിന് പകരം IDE നല്ലതാണ്.